മറ്റേ സിവിൽ ലൈവിൽ വന്നിട്ട് ബിഗ് ബോസിനെതിരെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കണ്ടിരുന്നു. എന്ത് തോന്നി? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല. സിബിന്റെ ഗെയിമൊക്കെ നല്ല ഗെയിം, നല്ല സംസാരിക്കാൻ എന്തായിരുന്നു തോന്നിയത്? അല്ല, സിബിന്റെ ഗെയിം നല്ലതായിരുന്നു. കാണാറുണ്ടോ? ഇല്ല, ഇപ്പൊ കാണാറില്ല. എന്തുകൊണ്ടാ കാണാത്ത? താല്പര്യമില്ല ഇപ്പൊ കാണാൻ. അതുകൊണ്ടായിരിക്കാം. എന്തോ ആ ഷോയിനോടുള്ള ഒരു ഇഷ്ടം പോയി. ഈ ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ ഒരു നല്ലൊരു ഗെയിം ചേഞ്ചേഴ്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. മത്സരാർത്ഥികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന മത്സരാർത്ഥികൾ ഇല്ലെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. അതിനകത്ത് ഇപ്പൊ നമുക്കിപ്പോ എല്ലാ സീസണിലും ഒരാളോടൊരു ഇഷ്ടമൊക്കെ തോന്നാറുണ്ടല്ലോ. ലൈക്ക് ഒരു ടുവേർഡ്സ് ഇതിപ്പം എനിക്ക് തോന്നുന്നു 50 ദിവസം കഴിഞ്ഞു. സമയമൊക്കെ ആകുമ്പോഴേക്കും സാധാരണ നമ്മള് ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് ഒരാളോട് ഇഷ്ടമൊക്കെ അങ്ങനെ തോന്നും. അങ്ങനെ ഒരാള് എനിക്ക് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. വേറെ എല്ലാവർക്കും വേറെ അഭിപ്രായം ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഒരാളെ ഇതുവരെ തോന്നിയില്ല. പല നാടകങ്ങൾ ഇപ്രാവശ്യം ബിഗ് ബോസ് ഇറങ്ങിയിരുന്നു പറയുന്നത്. ജാസ്മിൻ ലൈവിലും സംസാരിച്ചാറ് അത്തരം കണ്ടസ്റ്റന്റ് ഒക്കെ റിയൽ ഫേക്ക് ആണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെ പറ്റി അറിയില്ല. മെഡിക്കലി അൺഫിറ്റ് ആയിട്ടുള്ള മെഡിക്കലി അൺഫിറ്റ് എന്ന് പറഞ്ഞാല് ഇത് നമുക്ക് കുറെ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്ത് കയറുന്നതിന് മുന്നേ. ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് തന്നെയാണ് അതിനകത്ത് കയറുന്നത്. ഈ പറയുന്ന പോലെ സൈക്കോളജിക്കൽ ടെസ്റ്റ് അടക്കം ഉണ്ട്. ഒരു സൈക്കോളജിസ്റ്റ് വന്ന് നമ്മളെ ഒരു മണിക്കൂർ ഇരുത്തി നമ്മളോട് സംസാരിച്ച് ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് വിടുന്നത്. അപ്പം അത്രയും പ്രിക്കോഷൻസും അത്രയും ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് ഈ ഷോയ്ക്കുള്ളിലേക്ക് വിടുന്നത്. പിന്നെ അതിന് ഉള്ളിൽ പോയിട്ട് സംഭവിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതിപ്പം മാനസികമായാലും ശാരീരികമായാലും സംഭവിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിലിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മോശം സീസൺ ആണെന്ന് തോന്നുന്നു. എനിക്ക് അഭിപ്രായമില്ല. അതുപോലെ തന്നെ ഈ അഖിൽമാരുടെ ഈ കാസ്റ്റിംഗ് കൗച്ച് വിവാദ പരാമർശം ഉണ്ടല്ലോ, അതിനെ എങ്ങനെ ചേച്ചി നോക്കി കാണുന്നു? എനിക്കറിയില്ല. അതിപ്പോ അങ്ങനെ ഒരു കാസ്റ്റിംഗ് കൗച്ച് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ മുന്നോട്ട് വന്ന് സംസാരിക്കണം. അത് സംസാരിക്കാത്തിടത്തോളം കാലം അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിച്ചാൽ അദ്ദേഹം പിഴ കേൾക്കേണ്ടി വരും. ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മളത് പുറത്ത് വന്ന് പറയുന്നു, പക്ഷെ അവസാനം മറ്റേ ആൾക്കാർ സൈലന്റ് ആയി പോയി. ഇപ്പൊ അതാണ് അഖിലേട്ടന് സംഭവിച്ചത്. ആളുടെ അടുത്ത് ആരൊക്കെയോ പേഴ്സണലി പറഞ്ഞു എന്ന് പറയുന്നു. അത് വെച്ചിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്നു. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവര് തുറക്കുന്നില്ല. ഇപ്പൊ അദ്ദേഹം പെട്ടു. കുറെ ആൾക്കാർ ഇപ്പൊ അദ്ദേഹത്തിനെ ഇങ്ങനെ ടോർച്ചർ. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇത് സംഭവിച്ചിട്ടുള്ള ആൾക്കാർ പറയാത്തിടത്തോളം കാലം നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അഖിലേട്ടൻ പറഞ്ഞത് ആ ഒരു പ്രസ്താവന ചേച്ചി സമ്മതിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് തോന്നുന്നു? എനിക്കറിയില്ല അതിനെപ്പറ്റി. കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാനും പറ്റില്ല. ഇനി ആരാണ് കപ്പടിക്കാനുള്ള ചാൻസ്? എനിക്ക് ആര് കപ്പടിച്ചാലും ഇപ്പം ആരെങ്കിലും കൊണ്ടുപോട്ടെ. നല്ല മത്സരാർത്ഥികളുണ്ടോ? ഇപ്പൊ ശ്രീരേഖ, ശരണ്യ ഒക്കെ ഔട്ടായി. ഇനി ആരെങ്കിലും ഉണ്ടോന്ന് ഇരിക്കും. നല്ല മത്സരാർത്ഥികളൊക്കെ ഓൾറെഡി ആദ്യമേ പോയില്ലേ, എല്ലാരും ഇറക്കി വിട്ടില്ല. ഇനി അതിനകത്ത് ആർക്ക് കപ്പ് കിട്ടിയാലും ഒരു കുഴപ്പമില്ല. ജാസ്മിൻ ആയിരിക്കും കപ്പ്? അറിയില്ല, ചിലപ്പോ ആവാതിരിക്കും. ഇപ്പൊ ജാസ്മിൻ എനിക്ക് തോന്നുന്നു അത്യാവശ്യം സപ്പോർട്ടേഴ്സ് ഉണ്ട്. ജാസ്മിന്റെ ഇമേജ് മാറി തുടങ്ങി പുറത്ത്. ജാസ്മിന്റെ ട്രാക്ക് മാറ്റി. ഇനിയിപ്പോ ജാസ്മിൻ കുറച്ചും കൂടി നല്ലതാവും. ഭയങ്കര പോസിറ്റീവായിട്ട് വരും. സാധ്യതയില്ലാതെയില്ല. അറിയില്ല. ഇത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ജാസ്മിനുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എന്നെയാണ്. സീസൺ 2 ആയിരിക്കും ഒരു കപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ എനിക്ക് ഇതിനെപ്പറ്റി ഒരു അറിവില്ലായിരുന്നു. ഇത് പുറത്തിറങ്ങുമ്പം ആൾക്കാരിങ്ങനെ പറയുന്നത് കണ്ടിട്ടാണ് അപ്പൊ എനിക്കിത് പേഴ്സണലി ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം എനിക്കാരും അതിനകത്ത് കപ്പ് തരാമെന്നുള്ള വാക്കൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പുറത്ത് എങ്ങനെയാണിത് ടെലികാസ്റ്റ് വന്നിരിക്കുന്നത് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. പുറത്ത് വന്ന് കണ്ടു കഴിയുമ്പോഴാണ് ഞാൻ പല കാര്യങ്ങളും. അപ്പൊ അന്നേ ഞങ്ങളുടെ സീസണിൽ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഒരു വളരെ നല്ല എഡിറ്റഡ് ഷോ ആണ്. ഇതെങ്ങനെ പുറത്തേക്ക് വരണം എന്നുള്ളത് ഇതിന്റെ ക്രിയേറ്റേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. ആരെ എങ്ങനെ ആദ്യം കാണിക്കണം, പിന്നെ എങ്ങനെ കാണിക്കും, ഇതെല്ലാം ക്രിയേറ്റേഴ്സിന്റെ കയ്യിലാണ്. നമുക്കറിയില്ല അതിനകത്ത്. പിന്നെ ഞങ്ങളുടെ സീസണിൽ ഈ പറഞ്ഞ 24 മണിക്കൂറും ഇല്ലായിരുന്നു. 1 മണിക്കൂറാണ് എല്ലാവരും. ഈ 1 മണിക്കൂറിൽ നിങ്ങൾ എന്തൊക്കെ കാണും? ആ 1 മണിക്കൂറിൽ ഞാനിനി കേൾക്കാൻ ചീത്ത ബാക്കിയൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും ഒരു അഭിപ്രായവും പറയാനില്ല. ഈ ഷോ നമ്മള് ഇതിൽ പങ്കെടുക്കാതെ പുറത്തിരുന്ന് കണ്ടോണ്ടിരുന്നത് ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടം സത്യം പറയാം.
എനിക്കറിയില്ല അത്. ശരിക്കും ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളിലേക്ക് ഷോ പോകത്തക്ക രീതിയിൽ എഡിറ്റ് ചെയ്ത് അത് അവരെ വിന്നറാക്കുന്ന രീതിയിലേക്ക് പോകാറുണ്ടോ? ആക്ച്വലി എനിക്കറിയില്ല. ഇതിപ്പം ചിലപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടം കൂടുതൽ വരുന്ന ആൾക്കാരെ ചിലപ്പോൾ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമായിരിക്കും. ഇത് എന്തൊക്കെ പറഞ്ഞാലും ഒരു ബിസിനസ് അല്ലേ, അവർ കാശിറക്കുന്ന പരിപാടിയാണല്ലോ. അപ്പൊ അവർക്ക് തിരിച്ച് ജനങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഈ ഷോനെ കൊണ്ടുപോകണം. അപ്പൊ പിന്നെ അതനുസരിച്ചല്ലേ അവരിത് ടെലികാസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ ഗബ്രി ഔട്ടായി പുറത്തു വന്ന ശേഷം ഗബ്രി നാച്ചുറൽ അല്ലെങ്കിൽ നേരെ കാണാൻ ഭയങ്കര പാവം അല്ല അങ്ങനത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ്. ഗബ്രി ഫൈനൽ 5 വരേണ്ട ആളായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നല്ല ആൾക്കാരെല്ലാം പോയി. അതുകൊണ്ട് ഇനിയിപ്പോ ആര് കപ്പടിച്ചാലും എനിക്ക് ഒന്നുമില്ല, ഒന്നും തോന്നാനില്ല. ജാസ്മിൻ ഗബ്രി പ്രണയം ഉണ്ടല്ലോ, അതോ അവർ കൊടുക്കുന്ന ടാസ്ക് ആണോ ശരിക്കും? കൊടുക്കുന്ന ടാസ്കോ? അതിന് കേറുന്ന മുന്നേ നിങ്ങൾ എങ്ങനെ പ്രണയിക്കണം എന്നൊക്കെ കൊടുക്കാറുണ്ടോ? കൊടുക്കുന്ന ടാസ്ക് അങ്ങനെ ടാസ്ക് ഒന്നും ഇല്ല. അല്ല, കേറുന്ന മുന്നേ ജാസ്മിൻ ഗബ്രി പ്രണയം ഉണ്ടാവണം എന്ന് അവർക്ക് ഇനി അങ്ങനെ ടാസ്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ അറിവിൽ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ പറഞ്ഞൊന്നും ഐ മീൻ ബ്രീഫിംഗ് ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്റെ സീസണിലൊന്നും അങ്ങനെ ബ്രീഫിംഗ് ഒന്നും ഞങ്ങൾക്ക് ചെറിയ സംശയം അങ്ങനെ തോന്നി. ആണോ? അങ്ങനെ ഗബ്രി പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ സംസാരത്തിലേക്ക് ചെറിയൊരു സംശയം. എനിക്കെന്തോ അതൊരു നാച്ചുറൽ അഫെക്ഷൻ അല്ല, ഫസ്റ്റ് ദിവസം തന്നെ എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ കണ്ടു കഴിയുമ്പോൾ, കുറെ നാൾ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അവർക്ക് എന്തോ ജെനുവിൻലി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നിപ്പോയോ എന്നൊക്കെ ഉള്ള ഒരു സംശയം ഇല്ലാതെ ഇല്ല. പ്രത്യേകിച്ച് ജാസ്മിന്. ഗബ്രിയുടെ കേസ് എനിക്കറിയില്ല. ഓക്കെ, താങ്ക് യു. എന്നെ ഇറക്കിയിട്ടുള്ളതായല്ലോ, പിടിച്ചോ.